ഹലോ, ഞാൻ നിങ്ങളുടെ അയന. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. പിന്നെ കുറേയായി നമ്മൾ കണ്ടിട്ട് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടിരിക്കുകയായിരുന്നു, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിൽ കൂടെ എനിക്കും വയ്യ, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. കാണാതായപ്പോൾ കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായി. എല്ലാവരോടും സ്നേഹം മാത്രം, എപ്പോഴും കൂടെ ഉണ്ടാവണം കേട്ടോ എല്ലാവരും. അപ്പോൾ പിന്നെ പക്ഷേ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, വയ്യാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ ആവണമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് ഇങ്ങ് പോയാലോ. വത്സല ചേച്ചിയുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും അക്കലെയുള്ള അവരുടെ ഒരു ബന്ധു വീട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക. ചേച്ചിയുടെ അനുജൻ ഉദയൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഉദയൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് കഥാനായിക വത്സല. ബന്ധത്തിൽ എനിക്കും അവർ ചേട്ടത്തിയാണ്. ഉദയന് 18 വയസ്സും ചേച്ചിക്ക് 19 വയസ്സും പ്രായം. പൊന്തക്കാടുകളിലും എള്ളും കണ്ടങ്ങളിൽ തെങ്ങിൻ ചുവട്ടിലും പൊട്ടക്കുളങ്ങളിലൊക്കെ ഓരോന്നായി സ്വയം നടന്നു ഉദയന് ശനിയിൽ നിന്ന് ശുക്രനിലേക്കുള്ളൊരു എടുത്തുചാട്ടമായിരുന്നു പൂച്ചക്കണ്ണുള്ള വത്സല ചേച്ചി. ഇന്ത്യക്കാരായി നമ്മൾ അപൂർവം ചിലർക്ക് മാത്രം കിട്ടുന്നതാ ഈ സുന്ദരമായ പൂച്ചക്കണ്ണുകൾ. ചേച്ചിക്ക് പൂച്ചക്കണ്ണുകൾ വളരെ ആകർഷകങ്ങളായിരുന്നു. ഉദയൻ കല്യാണത്തിന് 1 മാസം മുമ്പേ ഒമാനിൽ നിന്നും 4 മാസത്തേക്ക് അവധിക്ക് വന്നതായിരുന്നു നാട്ടിൽ. ഉടനെ തിരിച്ചു പോകും. വത്സല ചേച്ചി അടുത്തുള്ള അവരുടെ വീട്ടിൽ പോയിരിക്കുക. വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തുമെന്നാണ് വത്സല ചേച്ചി പറഞ്ഞിട്ട് പോയത്. എന്നാൽ അന്ന് നേരെ ഇരുട്ടിയിട്ടും അവനെ കാണാതിരുന്നപ്പോഴാണ് ഉദയൻ എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയത്. അന്ന് ഞാനും കൂടി ഉദയനൊപ്പം അവിടെ കിടക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞാൻ ഉദയനെ ചേട്ടനായിരുന്നു വിളിച്ചിരുന്നത്. ഞങ്ങൾ ഓരോ കഥകളും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങിരുന്നു. അപ്പോഴാണ് ഉദയൻ ചേട്ടൻ ഒമാനിലെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അവിടെ ധാരാളം ഒമാനി പെണ്ണുങ്ങൾ കിട്ടുമത്രേ, നല്ല ഒന്നാം തരം നെട്ടുവരിയൻ സാധനങ്ങൾ. അതിനിടയിലാണ് ഞാൻ ചോദിച്ചത് വത്സല ചേച്ചിയെ പറ്റി. ചേച്ചി ഇന്ന് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക, ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വരാനായിരുന്നെങ്കിൽ അല്പം നേരത്തെ തന്നെ വന്നേനെന്ന്. എന്നാൽ രാത്രി 8 വത്സല ചേച്ചിയെ അവരുടെ അച്ഛൻ സൈക്കിളിൽ കൊണ്ടുവന്ന് വിട്ടു. ഉരുണ്ട് വലിയ മേളത്തതും അതൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നോ, അവരുടെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന ഇത് തന്നെയായിരുന്നു ആ 2 വലിയത്. വല്ലാതെ ആകർഷണീയമാണ്. എത്ര വരെ തുണി കൊണ്ട് മൂടിയാലും അവയെ മറച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. പലപ്പോഴും അതിനെ മറയ്ക്കാൻ അവർ വല്ലാണ്ട് പാടുപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ കഷ്ടപ്പാട് കാണുമ്പോൾ ഞാൻ തമാശ രൂപത്തിൽ അവരെ നോക്കി ചിരിക്കുമായിരുന്നു. അപ്പോഴേക്ക് അവരൊരു ചമ്മലോടുകൂടി എൻ്റെ അടുത്ത് നിന്നും വന്ന് അപ്രതീക്ഷിതമായി പോവും. മാത്രമല്ല എന്നെ ഒന്ന് ഇതാക്കെന്ന് പറയുന്ന ആ 2 ഇത് ആവശ്യപ്പെടുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യാറുണ്ട്. വത്സല ചേച്ചിയുടെ ഭർത്താവ് അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുക. വത്സല ചേച്ചിയുടെ അനുജനായിരുന്നു ഉദയൻ. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമേ ആയുള്ളൂ. കല്യാണ പന്തൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് ചേച്ചിയുടെ വല്ലാത്തൊരിത് തോന്നിയിരുന്നു. എന്നാൽ ചേച്ചി അങ്ങനെയൊന്നും വീണ ടൈപ്പ് ആയിരുന്നില്ല. വിവാഹശേഷം ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി മുട്ടിയിരിക്കാനൊക്കെ നല്ലവണ്ണം ശ്രമിച്ചു. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോവുകയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെക്കാൾ പ്രായമുള്ളവരോട് എനിക്ക് നല്ല രീതിയിൽ തന്നെ അനുരാഗം തോന്നിയിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവരെന്നെ ശ്രദ്ധിക്കാതിരുന്നത് തന്നെയായിരുന്നു. അല്ലേ, നമ്മളിപ്പോൾ ഒരാളെ എന്താ പറയുക, അത് ട്രൈ ആക്കണം തോന്നി അത് വീണില്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഒരു വാശി വരില്ലേ, അത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് 1 മാസമായപ്പോഴേക്കും വത്സല ചേച്ചിയുടെ ഭർത്താവ് തിരികെ ജോലി സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ ഉദയനും അച്ഛനും അമ്മയും ചേച്ചി മാത്രമായിരുന്നു താമസം. അന്ന് രാത്രി ചേച്ചിയുടെ അച്ഛൻ ചേച്ചിയെ കൊണ്ടാക്കിയിട്ട് അപ്പം തന്നെ അങ്ങ് പോയി. ഇപ്പോൾ ഞാനും ചേച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ.
ചേച്ചി എന്നെ കണ്ടപ്പോൾ സാമാന്യ വിശേഷങ്ങളൊക്കെ തിരക്കി. എൻ്റെ കണ്ണുകൾ അപ്പോഴും അവിടെ തുറച്ചു നിന്ന് ആദ്യമേ തന്നെ ആയിരുന്നു. ഉദയം പറഞ്ഞു, ഇന്നിവിടെ ഞാൻ കൂട്ടുകിടക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ് ദീപുവിനെന്ന്. ഞാനാട്ടോ ദീപു. ചേച്ചിയപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വന്നില്ലേ, ഇനി അവൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇവിടെ, ഇനി അവനെ പറഞ്ഞങ്ങ് വിട്ടേന്. ചേച്ചി കള്ള ചിരിച്ചുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. ഉദയം പറഞ്ഞു, അത് സാരല്ല, അവനിന്നിവിടെ കിടന്നോട്ടെ. എനിക്കവിടെ കിടക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ആ ചേച്ചിയുടെ സാന്നിധ്യത്തിൽ ചേച്ചിയുടെ വീട്ടിൽ കിടക്കുന്നതിൽ എനിക്കെന്തോ വല്ലാണ്ട് സന്തോഷമായിരുന്നു. ഉദയൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് തമാശയൊക്കെ പറഞ്ഞ് രാത്രി അങ്ങനെ കിടക്കാമെന്നായിരുന്നു. എന്നെ അവിടെ കിടന്നതിൽ വത്സല ചേച്ചിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആ കണ്ണുകളുള്ള ചേച്ചി എനിക്കൊരു അപ്സരസിനെ പോലെയാണ് തോന്നിയത്. ആ നാളുകളിൽ ഇടയ്ക്കൊക്കെ ഞാൻ സ്വയം ചെയ്യുന്നത് ലോകത്ത് പറത്തുന്നത് ആ പൂച്ച കണ്ടുള്ള വത്സല ചേച്ചിക്കായിരുന്നു. ഡെഡിക്കേഷനെ ഒരു ദിവസം ബ്ലേഡ് കൊണ്ട് അവർ തൻ്റെ അതിതാക്കുന്നത് ഞാൻ ആ ചെറ്റ കുളിമുറിയുടെ വിടവിൽ കൂടി ഒളിഞ്ഞു കണ്ടിട്ടുണ്ട്. അതായത് താഴ്ത്തു നിൽക്കുന്നത് ആക്കത്തില്ലേ, അത് ബ്ലേഡ് വെച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് സാരം. നല്ല വെളുത്ത് തീർത്തതാ ഒക്കെ. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് വല്ലാത്തൊരിത് തുടങ്ങിയിരുന്നു. അന്ന് രാത്രി ഞാനും ഉദയനും ഒരു കട്ടിലും വത്സല ചേച്ചി ഒറ്റയ്ക്ക് മറ്റേ കട്ടിലായി ഒരു മുറി തന്നെ കിടന്നത്. അവരുടെ വീട് പുതിയതായിട്ട് പണി കഴിപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ജനലുകളുടെ പാളികൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒരു കർട്ടൻ വെച്ച് മാത്രമേ ജനൽ മറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വീട് മാറിക്കിടക്കല്ലേ ഞാൻ, അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. മാത്രമല്ല ലൈറ്റ് അടച്ചിട്ടും ജനാലകൾ കൂടി പ്രകാശങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. ഞാൻ ഭിത്തിയോട് ചേർന്നുള്ള കോണിലായിരുന്നു കിടന്നത്. അതുകൊണ്ട് ചേച്ചി കിടക്കുന്നത് എനിക്ക് അങ്ങനെ അങ്ങ് കാണാൻ കഴിയായിരുന്നില്ല. ഇടയ്ക്ക് ഉദയൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നപ്പോൾ ഞാൻ തല പൊക്കി ഇടയ്ക്കിടെ അങ്ങോട്ട് ചേച്ചിയെ നോക്കി. സമയം അങ്ങനെ അങ്ങ് നീങ്ങിപ്പോയി. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ അങ്ങനെ കിടന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് ഉദയനറിയായിരുന്നു. നിശബ്ദതയുടെ ആഴം കൂടി വന്നു. വെളിയിൽ രാപ്പാടികളും ഊളന്മാരും ശബ്ദിച്ചു കൊണ്ടിരുന്നു. എന്തുകൊണ്ടും പേടിപ്പെടുത്തുന്നൊരു രാത്രി. അങ്ങനെ കിടക്കുമ്പോഴാണ് വത്സല ചേച്ചി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞത്, ഉദയ എനിക്ക് പേടിയാകുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, ഉദയ മോനെ ചേട്ടത്തിക്ക് പേടിയാകുന്നു എന്ന്. അത് കേട്ട് ഉദയൻ ഒട്ടന്നെ എന്നെ ഒന്ന് തപ്പി നോക്കി. ഞാൻ ഉറക്കാണോ അല്ലയോ എന്നറിയാൻ. ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഉദയൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന്. എന്നിട്ട് ഉദയൻ കാട്ടിൽ നിന്നിറങ്ങി പോകുന്നത് നോക്കി ഞാൻ ഇങ്ങനെ കിടന്നു. നേരെ പോയി കിടന്നത് വത്സല ചേച്ചിയുടെ കൂടെ. അതുവരെ എനിക്ക് ചേച്ചി ഒട്ടും സംശയമില്ലായിരുന്നു. ഞാൻ അങ്ങനെ നോക്കി കിടന്നപ്പോൾ ജനൽ കൂടി അരിച്ചെത്തിയ ചെറിയ പ്രകാശത്തിൽ ഞാനത് കണ്ടു. സാവധാനത്തിൽ ചേച്ചിയുടെ വസ്ത്രങ്ങൾ എല്ലാം മാറ്റുന്നു ഉദയൻ. ഞാൻ അത്ഭുതത്തോടെയും ആകാംക്ഷയോടും കൂടി അത് നോക്കിക്കൊണ്ട് കിടന്നു. പിന്നീട് ഉദയൻ ആളുടേത് മാറ്റി അതെടുത്ത് പതിയെ കൈ കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ കണ്ടെന്നല്ലേ, ചേച്ചിയാണ് നല്ല സരസായിട്ടൊന്ന് ഇതാക്കുന്നുണ്ട് ഉദയൻ്റേത്. ചേട്ടൻ കുതിരയെ ഓടിക്കുന്ന സ്പീഡിൽ തൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. അത് കണ്ടുകൊണ്ട് വരുന്ന എനിക്ക് എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. അതുപോലൊരു ദൃശ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അന്നൊരിക്കൽ ഒരു ഗൾഫുകാരൻ കൊണ്ടുവന്നൊരു അതില്ല ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊഴിച്ചാൽ ഒരു പെണ്ണിനെയും ഇതുവരെ ഒന്നുമില്ലാണ്ട് ഞാൻ കണ്ടിട്ടേയില്ലായിരുന്നു. എൻ്റെ മീശ ഒരുക്കാത്ത പ്രായം അവരുടേത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. കൂടുതൽ അസഹനീയമാക്കും മുൻപ് ഞാൻ എൻ്റേതങ്ങെടുത്തു. അവരുടെ നോക്കിക്കിടന്ന് ഇങ്ങനെ അങ്ങ് ചെയ്തു.
വത്സല ചേച്ചിയുടെ അതിലേക്കുള്ള ഉദയൻ്റെ ഇതൊക്കെ കണ്ട് ഒരുവിധം നല്ലവണ്ണം കാണാമായിരുന്നു ആ പ്രകാശത്തിൽ. അതൊക്കെ കണ്ട് ഞാനും ഇതാക്കി. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഉദയൻ തിരിച്ചെത്തി എൻ്റെ കൂടെ കിടന്നു. പിന്നീട് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ ഉണർന്നപ്പോൾ ഉദയൻ്റെ രണ്ടാമത്തെ ട്രിപ്പ് തുടങ്ങിയിരുന്നു. എന്തല്ലേ, മുമ്പത്തിലും ആർഭാടത്തോടു കൂടി തന്നെ രണ്ടുപേരും ഒന്നുമില്ലാണ്ട് നിലത്ത് കിടന്നിട്ട് നല്ലവണ്ണം ആക്കുക. ഞാൻ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് അങ്ങനെ കിടന്നു. അന്നത്തെ രാത്രി ഒരു പുതിയ വഴിത്തിരിവായിരുന്നു. പിറ്റേന്ന് ഉദയൻ എവിടെയോ പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചേച്ചി തനിച്ചേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കണ്ടപ്പോൾ ചേച്ചി ഒന്ന് ചൂളി. ഞാനൊന്നും അറിയാത്തതിനെ പോലെ ചേച്ചിയോട് ഓരോ കാര്യങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ചേച്ചി അപ്പോഴൊക്കെ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാനങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തില്ല. അതിനിടയിൽ ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചു, ഇന്നലെ രാത്രി ചേച്ചി പറയുന്നത് കേട്ടല്ലോ, ചേച്ചിക്ക് പേടിയാകുന്നു എന്ന്. രാത്രിയാ ചേച്ചിക്ക് അത്രയ്ക്കും പേടിയാ? ചേച്ചി ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഉദയനടുത്ത് വന്ന് കിടന്നപ്പോൾ ചേച്ചിയുടെ പേടിയൊക്കെ മാറിയിരുന്നു അല്ലേ? ഞാനെല്ലാം കണ്ടെന്ന് അപ്പോൾ അവർക്ക് ബോധ്യമായി. അല്ലെങ്കിലും അങ്ങനെയാണ്, അതങ്ങ് ഇതായി കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണില്ല ആർക്കും. അത് ശമിപ്പിക്കാൻ വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയിൽ വരുന്ന തടസ്സങ്ങളൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. അതുതന്നെയാണ് ചേച്ചിക്കും ഉദയനും ഇന്നലെ രാത്രി സംഭവിച്ചത്. പാവങ്ങൾ, അച്ചടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ അറിഞ്ഞതും ചോദിച്ചതൊന്നും ചേച്ചി ഏതായാലും ഉദയൻ ചേട്ടനോട് പറയണ്ട. അയാൾക്കത് വലിയ നാണക്കേടായിരിക്കും. പറയില്ലല്ലോ അല്ലേ ചേച്ചി? പറയാൻ പറ്റിയ കാര്യം. ചേച്ചി ചെകുത്താൻ്റെ കടലിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ മ്യാവെന്ന് പറയാൻ പോലും കഴിയാതെ എൻ്റെ മുന്നിലിങ്ങനെ പകച്ച് നിൽക്കുക. ഏതായാലും അത്ര സ്ഥിതിക്ക് ഞാൻ ചേച്ചിയെ ഒന്നിത് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടാണ് പോകുന്നത്. തന്നെക്കാ 2-3 വയസ്സ് പ്രായം കുറഞ്ഞൊരു പുരുഷനും ഒരു പക്ഷേ ചേച്ചിക്ക് ആദ്യം കിട്ടിച്ചു അതായിരിക്കും. ചേച്ചിക്ക് ഓർക്കാപ്പുറത്തേറ്റൊരു ആഘാതമായിരുന്നു അത്. പക്ഷേ എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാമായിരുന്നു. ചേച്ചി വിവാഹം കഴിഞ്ഞതോടുകൂടി അതിൻ്റെതങ്ങ് പഠിച്ചു. ഭർത്താവിൻ്റെ കൂടെ 1 മാസം നിന്നപ്പോൾ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. ആ സുഖത്തിൽ നിന്നും വേറിട്ട് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതാണ്. അതുകൊണ്ടാണ് അവർ സ്വന്തം അനിയനെ തന്നെ ഒരു 3 മാസം കൂടിയായാൽ ഇവിടെ തന്നെ കാണും. ചേച്ചിയുടെ ഇനിയുള്ള ജീവിതം എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ചേച്ചി എനിക്ക് നല്ല പല പാഠങ്ങളും പഠിപ്പിക്കാനുണ്ട്. അങ്ങനെ ചേച്ചിയെ വിട്ടെടുക്കാൻ ഞാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. ഞാനൊരു അവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി. ഒരു ശനിയാഴ്ച ഉദയൻ ചേട്ടൻ എന്തോ ആവശ്യത്തിനായി ഒരാഴ്ചത്തേക്ക് മദ്രാസിൽ പോവുകയാണ്. അയാളെ റെയിൽവേ സ്റ്റേഷനിൽ വരെ ഞാനാണ് കൊണ്ടുവിട്ടതും. അന്ന് വൈകുന്നേരം വത്സല ചേച്ചി ഞാൻ പോയി കണ്ടു. ചേച്ചിയുടെ അമ്മയച്ചനും അമ്മായിയമ്മയും ആ സമയം വീട്ടിലുണ്ടായിരുന്നു. അവർ തെക്കേ മുറിയിലാണ് കിടന്നുറങ്ങുന്നതെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ആരാ മോനല്ലേ, എല്ലാം അറിഞ്ഞിട്ടല്ലേ നമ്മൾ കരുക്കൾ നീക്കൂ. ചേച്ചിക്ക് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് രാത്രി ചേച്ചിക്ക് പേടിയാവില്ലേ? ആരായിരിക്കും കൂട്ടിന് വരുന്നതെന്ന്. ചേച്ചി ഒന്നും മിണ്ടിയില്ല. ഞാനൊന്ന് ചേച്ചിക്ക് കൂട്ടിയെടുക്കട്ടെ. ചേച്ചി അപ്പോഴും ഒന്നും മിണ്ടിയില്ല. എന്തിലൊന്നും മിണ്ടടി മിണ്ടാപ്പൂതമ്മേ. അവളിങ്ങനെ അമ്പരന്ന് ഒന്നും മിണ്ടാതെ നിന്നേ ഉള്ളൂ. ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണോ ചേച്ചി? അത് കേട്ടപ്പോൾ അവർ വെട്ടിത്തിരിഞ്ഞ് നോക്കി. അവരുടെ മുഖത്ത് സന്തോഷമാണോ അതോ എന്നോടുള്ള ദേഷ്യമാണോ എന്തോ ഒരു വികാരം തള്ളം കെട്ടി നിന്നു. ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, എന്താണെന്നറിയില്ല ചേച്ചി, ഞാൻ ചേച്ചിയെ കണ്ടെന്ന് മുതൽ എനിക്ക് വല്ലാത്ത സ്നേഹം ചേച്ചിയോട് തോന്നുന്നത്. ചേച്ചിക്കും അങ്ങനെ ആണോ?
ചേച്ചി ശ്വാസം പോലും വിടാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറി കിട്ടിയെങ്കിൽ എന്നായിരിക്കും ചേച്ചി അപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക. എൻ്റെ പ്രായം അനുസരിച്ച് നോക്കുമ്പോൾ ചേച്ചിയോട് എനിക്ക് വല്ലാത്ത പ്രണയമായിരുന്നു. ആ പ്രായത്തിൽ സാധാരണ എല്ലാവർക്കും തോന്നുന്ന പോലുള്ള പ്രേമം, അത് അടക്കാനാവാത്തതും. അത്തരം പ്രേമങ്ങൾ ജീവിത അവസാനം വരെ മനസ്സിൽ നിന്നും വിട്ടുപോവുകയില്ല. ഒന്നും മിണ്ടാതെ നിന്നിരുന്ന ചേച്ചി അവസാനം എന്നെ നോക്കി പറഞ്ഞു, നിന്നോട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്കിപ്പോൾ ഒത്തിരി ജോലിയുണ്ട്, ഞാൻ പോവാ, നീ എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു, എന്നെ പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കണ്ട, എനിക്കറിയാലോ ചേച്ചിക്ക് എന്നോട് വലിയ ഇഷ്ടമാണെന്ന്. ഓ, നിന്നോട് എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇഷ്ടമൊന്നും എനിക്ക് നിന്നോടില്ല. അത്തരം ഇഷ്ടങ്ങൾ പാപമാണ്. അപ്പോൾ സ്വന്തം അനിയനോടുള്ള ഇഷ്ടം പാപമാണോ അതോ മഹാപാപമോ? ആ ചോദ്യത്തിന് മുൻപിൽ അവരാകെ ചമ്മിപ്പോയി. എൻ്റെ സ്നേഹം മൂന്നേനെ പോലെയുള്ളതല്ല, എനിക്ക് ചേച്ചിയിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. അവനൊന്നും മിണ്ടാതെ അല്പനേരം നിന്നു. എന്താ ഇക്കാര്യത്തെ പറ്റി ചേച്ചി ഒന്നും മിണ്ടാത്തെ? ഞാൻ വിവാഹിതയാടാ, ഒരു സ്ത്രീയാണെന്ന കാര്യം. സോറി, ഞാൻ വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം നീ മറക്കരുത് കേട്ടോ മോനെ. വിവാഹം പ്രേമത്തിനൊരു തടസ്സമല്ലേ ചേച്ചി? ചേച്ചിയുടെ ഭർത്താവ് യഥാർത്ഥത്തിൽ ചേച്ചി സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ അയാൾ എത്രയും വേഗം ചേച്ചി കളഞ്ഞിട്ട് പോവുകയില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും എന്നോട് ഇഷ്ടമാണെന്ന്? നീ കള്ളം പറയുന്നതാണെങ്കിലോ? ഞാനതിന് എന്നൊക്കെ കള്ളം പറയുന്നത്? സത്യമായിട്ട് എനിക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമാണ്. എന്നെ 100% വിശ്വസിക്കാം. അവർ പതുക്കെ മനസ്സ് തുറക്കുകയായിരുന്നു. അവർക്ക് മനസ്സിലായി എനിക്ക് അവരോട് സ്നേഹമുള്ള കാര്യം. എന്നോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്? എനിക്ക് നിന്നൊക്കെ പ്രായമുണ്ടല്ലോടാ. പ്രായവും പ്രേമത്തിനൊരു തടസ്സമല്ല എന്നല്ലേ ചേച്ചിയെ? നീ കൊള്ളാലോ, നീ എന്നെ പറഞ്ഞങ്ങ് മയക്കല്ലോടാ. എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ആവശ്യം കഴിയുമ്പോൾ നീ അകന്നു പോവും, എനിക്കറിയാം. ഇല്ല ചേച്ചിയാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് ചേച്ചി ഉള്ളത് വരെ ആത്മാർത്ഥ സ്നേഹം തന്നെയാണ്. ഇന്ന് രാത്രി നമുക്കുള്ളതാ, നമുക്ക് മാത്രം. ഇന്ന് രാത്രി അടുക്കളയുടെ വാതിൽ തുറന്നിട്ട് ഞാൻ രാത്രി വരും. ചേച്ചി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ചേച്ചിയുടെ ഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അവരിന്ന് രാത്രി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം പതുക്കെ ഞാൻ നീങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് ഇരട്ടി കിട്ടാൻ വേണ്ടി അവർ കാത്തിരുന്നു. ഞാൻ ആ കാത്തിരിപ്പിൻ്റെ സുഖം തന്നെ ഒന്ന് വേറെയായിരുന്നു. അപൂർവമായി ഞാൻ അനുഭവിക്കാൻ പോകുന്ന ഒരു സുഖം. ആ സുഖത്തെപ്പറ്റി ഓർക്കുന്നവരും മനസ്സിൽ കിടന്ന ആ സുഖം ഇരട്ടിച്ചിരട്ടിച്ച് വന്നു. അങ്ങനെ 8:30 ആകുമ്പോഴേക്കും അവരുടെ വീട്ടിലെ എല്ലാവരും ഉറങ്ങുമായിരുന്നു. അവരുടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും തെക്കേ മുറിയിലും ഇപ്പുറത്തെ മുറിയിൽ വത്സല ചേച്ചിയുമായിരുന്നു കിടന്നുറങ്ങുന്നത്. വത്സല ചേച്ചി കിടന്നുറങ്ങുന്ന മുറിയോട് ചേർന്നിട്ടായിരുന്നു അടുക്കള. അടുക്കളയ്ക്ക് കൂടി കയറി ചേച്ചിയുടെ മുറിയിലെത്താം. ഒടുവിൽ സമയം വന്നെത്തി. ഞാൻ പതുക്കെ അടുക്കള വാതിൽക്കൽ ചെന്നു. വാതിൽ തുറന്നു കിടന്നിരുന്നു. ഞാനാണേ ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ വാതിൽ തുറന്ന് മെല്ലക്കത്തേക്ക് കയറി ചേച്ചി കിടന്നിരുന്ന മുറിയിലെത്തി. ചേച്ചിയുടെ മണം ആ മുറി ആകെ തങ്ങി നിന്നു. എന്തൊരു മണമാണെന്നോ! ആ മണമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കണ്ട് ഞാൻ ചേച്ചിക്കരികിലായിട്ടിരുന്നു. വരാന്തയിൽ കിടന്ന് ലൈറ്റിൻ്റെ നേരിയ വെളിച്ചം മാത്രമേ മുറിയിലുണ്ടായിരുന്നുള്ളൂ. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് 2 വൃദ്ധ ദമ്പതികളും. അവരുറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു ഭയം ഞങ്ങൾക്ക് ഇരുവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ശബ്ദം വളരെ താഴ്ത്തിയ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്. ഞാൻ, എടി പൂച്ചക്കണ്ണി, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ വിളിക്കുന്നത്. എങ്ങനെ പൂച്ചക്കണ്ണീന്ന്? ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണോ? അതെ, സത്യം
സത്യം പറഞ്ഞാൽ ഈ കണ്ണുകളാണ് എന്നെ ചേച്ചിയിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. ഇപ്പം അങ്ങനെയൊക്കെ പറയും, എന്നോട് എടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുള്ളി അറിയത്തുള്ളൂ. കൊച്ചണ്ണൻ ചേച്ചിയെ എന്താ വിളിക്കുക? ചേച്ചിയുടെ ഭർത്താവിൻ്റെ എല്ലാവരും കൊച്ചണ്ണെന്നാ വിളിക്കുക. എന്നല്ലാതെ ഇന്ന് വരെ അയാളിനൊന്നും വിളിച്ചിട്ടില്ല. ഇതുവരെ അയാളെന്നോട് സ്നേഹത്തിനൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഉദയനും അതുപോലൊക്കെ തന്നെയാണ്. പിന്നീടാ എനിക്ക് മനസ്സിലായത്, രണ്ടുപേർക്കും രാത്രിയായാൽ ഞാനിതാക്കി കൊടുക്കണം. കുറച്ച് ദിവസം ഉദയൻ എന്നോട് ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നു. ആ ആത്മാർത്ഥത കാണിക്കലൊക്കെ പിന്നെ അയാൾക്കും ഞാനിതിന് മാത്രമായിട്ടുള്ളൊരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു. കാര്യം കഴിയുമ്പോൾ അയാൾ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന പോലെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. അത് പോട്ടെ ചേച്ചി, ഈ പൂച്ചക്കുട്ടിക്ക് എന്നോട് വലിയ ഇഷ്ടമാണോ? നിനക്ക് എന്നോടോ? കല്യാണ പന്തലിൽ വെച്ച് ചേച്ചിയെ കണ്ടെന്നു മുതൽ എനിക്ക് ചേച്ചിയെ മറക്കാൻ കഴിയായിരുന്നില്ല. അന്നു മുതൽ ചേച്ചി എൻ്റെ മനസ്സിൽ കിടന്ന് വളരാൻ തുടങ്ങി. ഇന്നത് മനസ്സിലൊരു വലിയ ആൽമരമായിട്ട് വളർന്നു മാറി. വലിയ ശിഖരങ്ങളുള്ള വലിയ ആൽമരം. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് ദീപു. ഇന്നു മുതൽ തന്നെ നീ ഇന്നല്ലേ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ്. ഇഷ്ടമാണെന്ന് പറയാൻ ധൈര്യം വന്നത് ഇന്നു മുതലാച്ചി. ചേച്ചി കണ്ടെന്നു മുതലേ ആ ഇഷ്ടം ചേച്ചി ഞാൻ എങ്ങനെ അറിയിക്കുന്നില്ല തത്രപ്പാടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് പാതിരാവരെയായി. വലിയ രാപ്പാടികളും ചീവീടുകളും മത്സരിച്ച് ശബ്ദിച്ചുകൊണ്ടിരുന്നു. പ്രപഞ്ചം ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയതായിരുന്നു രാത്രി. പ്രണയത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളെയും ഞങ്ങൾ സ്വന്തമാക്കിയിരുന്നു. അപ്പുറത്തു നിന്നും അമ്മായിയമ്മയുടെ ചുമ കേട്ടു. ഞങ്ങൾ നിശബ്ദരായി. പിന്നെ പറഞ്ഞതൊക്കെ ഒന്നുകൂടി ശബ്ദം കുറച്ചായിരുന്നു. പിന്നെ പറയേണ്ടുന്ന കാര്യങ്ങളും ശബ്ദം കുറച്ച് പറയേണ്ട കാര്യങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾ സംസാരിച്ചതൊക്കെയും വായു മാത്രം ഉപയോഗിച്ചായിരുന്നു. അതേ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ചേച്ചിയുടെ അതുമേ തൊട്ടിട്ട് പറഞ്ഞു, എന്നെ ഇതൊന്ന് കാണിക്കാവോ? ആവശ്യമില്ലാത്തൊന്നും കാണണ്ട ഇപ്പോൾ. എൻ്റെ പൊന്നേച്ചിയല്ലേ, എന്നെ ഒന്ന് കാണിക്കേ. കാണാൻ അത്രയ്ക്ക് നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ തനിയെ അയച്ചങ്ങ് കണ്ടോ. ഞങ്ങൾ രണ്ടുപേരും ഭിത്തിയോട് ചാരിയിരുന്നു. ഞാൻ പതി അത് മാറ്റി. അതിൻ്റെ വലുപ്പമൊക്കെ കാരണം അതൊക്കെ ഇതാക്കാൻ വലിയ പ്രയാസമായിരുന്നു. കാരണം നല്ല ടൈറ്റാ. അപ്പോൾ ദേ ചേച്ചി അതൊക്കെ മാറ്റി. അതിങ്ങനെ വിങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിനുള്ളിൽ കൂടി ഞാൻ പതുക്കെ കൈ കിടത്തി അതുമേ ഒന്ന് ഇതാക്കി. പിന്നീട് മൊത്തം അങ്ങ് മാറ്റി. അതുവരെ ഞാൻ ആകാംക്ഷയോടെ കാണാനിരുന്ന് അത് സ്വതന്ത്രമായിട്ട് പുറത്തു വന്ന് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ അപ്പോഴൊന്നും തോന്നാത്തൊരു പ്രത്യേക അനുഭൂതിയാണ്. ഇപ്പോൾ എപ്പോഴല്ലേ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഇത്ര ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതി തോന്നി. ഞാനിങ്ങനെ കൊത്തി തീരുവോളം അതിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ദേ മതിയോ കണ്ടത് എന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ കണ്ടാൽ മതി, പക്ഷേ പകൽ വെളിച്ചത്തിൽ എനിക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കാണണം. എൻ്റെ കാലുമേക്ക് ഒരു ചെറിയ അനക്കം തുടങ്ങി. ആ അനക്കം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പതുക്കെ ഇതായി വരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ചേച്ചിട്ടത് മെല്ലെ ഇതാക്കി. ഒരു മണമുണ്ട്, അത് ഞാൻ വല്ലാണ്ടങ്ങ് ആസ്വദിച്ചു. എനിക്കിനി ആസ്വദിക്കാനുള്ളത് എന്തൊക്കെയുണ്ടല്ലേ. ഒരു സ്ത്രീയുടെ ശ്വാസത്തിൻ്റേത് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കായിരുന്നു. അത് ഞാൻ വല്ലാണ്ടങ്ങ് ആസ്വദിച്ചു. എല്ലാം കൊണ്ട് ഞാനും ചേച്ചി മാത്രമുള്ള രാത്രി ഏറെ അനുഭൂതികൾ നിറഞ്ഞതായിരുന്നു. ഞാൻ എൻ്റേതൊക്കെ മാറ്റി. ആ ശരീരത്തിൻ്റെ ചൂടും ഒക്കെ കാരണം ഞങ്ങൾ വല്ലാണ്ടങ്ങ് സ്നേഹിക്കുകയായിരുന്നു. ഓരോന്നിങ്ങനെ തുടങ്ങി ആസ്വദിച്ച് ഇതായി സ്വർഗം കണ്ടു തുടങ്ങിയപ്പോൾ ആ രാത്രി അവസാനിക്കല്ലേ എന്ന് ഞാൻ മനസ്സൊരുക്കി ആശിച്ചു. ആ രാത്രിക്ക് അത്രയേറെ സൗരഭ്യമുണ്ടായിരുന്നു. ആ രാത്രിക്ക്
അത്രയേറെ അനുഭൂതികൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അറിയാമല്ലോ അല്ലേ? അതൊക്കെ അവിടെ സംഭവിച്ചു. ചേച്ചിയുടെ സ്നേഹം കത്തിച്ചൊലിച്ച് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞാനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്കെൻ്റെ ജീവനെ പോലെ തോന്നി. പിന്നീട് വളരെ യാന്ത്രികമായിട്ട് ഒക്കെ കാര്യം മാറ്റി, അതായത് ഇട്ടേക്കുന്നത്, അങ്ങനെ അതൊക്കെ മാറ്റി ഞങ്ങൾ നല്ലവണ്ണം തുടങ്ങി. ആ പ്രേമത്തിൽ കൂടി വളർന്ന് ചേച്ചിയുടെ അതിൻ്റെയിലൂടെയൊക്കെ പോകുമ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ വേട്ടപ്പട്ടികളൊക്കെ വേട്ടയാടാൻ ഒരാക്രാന്തം കാണിച്ചിറങ്ങത്തില്ലേ, അമ്മാതിരിയായിരുന്നു അവിടുത്തെ പ്രകടനങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് നല്ലവണ്ണം ഒരു പൂരപരിപാടിയൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. തളർന്നു കേട്ടോ. പിറ്റേന്ന് കോഴി കൂവിയപ്പോഴാണ് ഞാൻ ഉണർന്നതും വീട്ടിലേക്ക് പോയതും. ഉദയൻ ഒമാനിലേക്ക് മടങ്ങിപ്പോയിട്ട് 2 ദിവസം കഴിഞ്ഞു. വത്സല ചേച്ചിയെ അതിനിടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അവസരങ്ങളൊന്നും കിട്ടിയില്ല. മനസ്സ് തുറന്ന് സംസാരിക്കാനോ ഒന്നിതാക്കാനോ ഉള്ള അവസരം പോലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ചേച്ചിയാണേ പലപ്പോഴും എന്നെ കാണാനായിട്ട് ടെറസിൻ്റെ മുകളിൽ കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. ചേച്ചിയുടെ മുഖത്ത് എന്തോ ഒരു വെപ്രാളാ. അവൾക്ക് ഇനിയും ആവശ്യമാണെന്ന് തോന്നുന്നു. അല്ലാതെ ആർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയായിരുന്നില്ല. അതിനിടെ അവരെനിക്കൊരു കത്ത് തന്നു. ആ കത്ത് മുഴുവൻ പ്രേമം കൊണ്ട് അലങ്കരിച്ച വാക്കുകളായിരുന്നു. എന്നെക്കാൾ പ്രായം കൂടിയിരുത്തി എനിക്ക് പ്രേമലേഖനം തരുന്നത് ഒരു പക്ഷേ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ഭാഗ്യമായിരുന്നു. പക്ഷേ എനിക്ക് ആ കത്തിന് മറുപടിയൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ കത്ത് എനിക്ക് തന്നത് വൈകുന്നേരമായിരുന്നു, ഒരു 5 മണിയായപ്പോൾ. അവരെൻ്റെ വീട്ടിലെത്തിയിട്ട് അവർക്ക് ആക്കിയൊരു വെപ്രാളായിരുന്നു. ആ സമയത്ത് ഞാൻ വെളിയിലായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മയായിരുന്നു പറഞ്ഞത് ചേച്ചീൻ്റെ തേടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ആക്കെന്തോ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചെടുക്കണത്രേ. ഞാൻ പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ചേച്ചീൻ്റെ കണ്ട മാത്രമേ വെപ്രാളത്തോടെ അകത്തേക്ക് കയറി ഞാൻ വരുന്നതെന്നു ഒട്ടി നിന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി ഇവിടെ ആരുമില്ലേ അപ്പോൾ? ഇല്ല, അച്ഛൻ്റെ അമ്മയും ഇവിടെ ഇല്ല, മരുന്ന് വാങ്ങാൻ വൈദ്യരുടെ അടുത്ത് പോയിരിക്കുക. നടന്നു പോയത് കൊണ്ട് ചിലപ്പോൾ താമസിച്ചേക്കാം. ചേച്ചി എന്നിട്ട് ഒരു ആവേശത്തോടു കൂടി ചേച്ചിയുടെ വെപ്രാളവും പരവേശവും എന്നെ കാണാനുള്ള ആഗ്രഹവും എന്തിനായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതിന് തന്നെ അപ്പോൾ കിട്ടിയ അവസരം ചേച്ചി നല്ലവണ്ണം തന്നെ അങ്ങ് ഉപയോഗിച്ചു. നല്ലൊരു പരിപാടി കഴിഞ്ഞ് അവനങ്ങനെ തളർന്നവിടെ കിടന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെ എനിക്ക് കണ്ടിന്യൂ ആവാൻ പോകുന്നതും. അവരങ്ങ് സന്തോഷിക്കട്ടല്ലേ. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ തീരുക. നിങ്ങൾ സന്തോഷിച്ചു ഞാൻ കരുതുന്നു. സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളുടെ ഒരു എന്താ പറയുക കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാവേ. അപ്പോൾ ബൈ.